നമ്മളിപ്പോൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ CPIയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന പ്രതിപക്ഷ നേതാക്കളുള്ള ഒരാളായിട്ടുള്ള രാജയുടെ ഒരു സംഭാഷണം കേൾപ്പിച്ചു. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് ഈ നിയമം എന്ന് പറഞ്ഞാൽ ഹൈലി റിഗ്രസീവാണ്, ഹൈലി ഡേഞ്ചറസ് ആണ്, അതായത് ഏറ്റവും അപകടം പിടിച്ചതുമാണ്, ഏറ്റവും പ്രതിലോമപരവുമാണ്. അപ്പം ഇങ്ങനെ ഏറ്റവും പ്രതിലോമപരമായിട്ടുള്ള ഒരു ദേശീയ വിദ്യാഭ്യാസ നയത്തെ കേരളം പോലെ ഇന്ത്യയിൽ ഇടതുപക്ഷം ഭരിക്കുന്ന ഏക സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ചേർന്ന് അത് നടപ്പിലാക്കാൻ പോകുന്നു. അത് നടപ്പിലാക്കുന്നത് എങ്ങനെയാണ്? കേരളത്തിൽ മുന്നണി രാഷ്ട്രീയമാണ്. 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മുന്നിൽ നിന്നുകൊണ്ട് ഇടതുപക്ഷ പാർട്ടികളും മതേതരരായ മറ്റു പാർട്ടികളും ചേർന്ന് മുന്നണി സംവിധാനത്തെ മൊത്തത്തിൽ ബൈപ്പാസ് ചെയ്തുകൊണ്ട് മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ, മുന്നണിയിൽ ചർച്ച ചെയ്യാതെ, മന്ത്രിമാരെ വിശ്വാസത്തിലെടുക്കാതെ അങ്ങനെ ഒരു നിയമം നടപ്പിലാക്കിയിട്ട് പറയുകയാണ് ഇത് കുറച്ച് പണമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. ഇതിപ്പോൾ ആദ്യമായിട്ട് മുഖ്യമന്ത്രി ഇന്നിപ്പോൾ ഈ ചർച്ചയിൽ പറഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളിൽ മാത്രമല്ല, ഇതിനു മുമ്പ് ശിവൻകുട്ടി തന്നെ പറഞ്ഞിട്ടുള്ളത്, വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞിട്ടുള്ളത് ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ട്, അതുപോലെ മറ്റു പല കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് CPI ഭരിക്കുന്ന കൃഷി വകുപ്പുമായൊക്കെ ബന്ധപ്പെട്ട് സമാനമായുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ കേന്ദ്രവുമായി നടത്തിയിട്ടുണ്ട്. സാമ്പത്തിക കാര്യങ്ങളുടെ മുകളിലാണ്. ചോദിക്കട്ടെ, ഇവിടെയുള്ളൊരു പ്രശ്നം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ, കാരണം ചിലപ്പോൾ കുറച്ച് ആയുർവേദ മരുന്നുകളോ അല്ലെ ആയുഷ് മരുന്നുകളോ കുറച്ചൊക്കെ അതിൽ കുമിഞ്ഞുകൂടിയേക്കാം, അല്ലെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്ലെങ്കിൽ BJP ചിന്തിക്കുന്ന രീതിയിലുള്ള ചില കാർഷിക സമീപനങ്ങൾ വന്നേക്കാം. പക്ഷേ മറുവശത്ത് ഇത് തലമുറകളുടെ ഭാവിയെ, വിദ്യാഭ്യാസത്തെ, ബോധത്തെ സ്വാധീനിക്കുന്ന വലിയൊരു പരീക്ഷണമാണ് നടക്കുന്നത്. ഒരുപാട് മനുഷ്യരുടെ വരും തലമുറകളുടെ ബുദ്ധിയെയും ഭാവനയെയും വിവേകത്തെയും കഴിവിനെയും എല്ലാം സംഘപരിവാറിൻ്റെ ആശയധാരയ്ക്ക് അടിയറ വയ്ക്കുന്നൊരു പരിപാടിയാണ്. അങ്ങനെ നമ്മൾ അങ്ങനെ അത് ചെയ്തുകൊണ്ട് പണം മേടിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പം മദ്യം വിൽക്കുന്നു, മദ്യത്തിൻ്റെ മുകളിൽ നമ്മൾ നികുതി ചുമത്തുന്നു, 200% നികുതിയാവുന്നു, എന്നിട്ടും ആ പണം പോരാതെ വരുമ്പോൾ നമ്മൾ സർചാർജ് മേടിക്കുന്നു ഒരു വശത്ത്. മറുവശത്ത് നമ്മൾ നോക്കുക, സർക്കാരുമായി പെട്രോളിന് സർചാർജ് കൊണ്ടുവരുന്നു. അപ്പം അതുപോലെ ഈ വിദ്യാഭ്യാസ മേഖലയെ, ഭാവി തലമുറയുടെ അറിവിനെ, ബോധത്തെ, അവരുടെ ചിന്തയെ, അവരുടെ ഭാവനയെ, അവരുടെ രാഷ്ട്ര നിർമ്മാണത്തിനുള്ള കഴിവുകളെ മുഴുവൻ സംഘപരിവാറിന് വിറ്റിട്ട് ആ പണം മേടിച്ച് ആ പണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാനാണ് പോകുന്നത്? ഈ കേരളം ഈ പണം കൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്? പണം കൊടുത്താൽ കിട്ടുന്നതാണോ എല്ലാം നമുക്ക് പണം കൊടുത്ത് മേടിക്കാൻ പറ്റുമോ? ഇപ്പം ഇവിടെയാണ് ഇപ്പോൾ രാജ പറഞ്ഞ മോസ്റ്റ് റിഗ്രസീവായിട്ടുള്ള ഒരു പോളിസി, ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പോളിസി. കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സംഘപരിവാർ, നമുക്കറിയാം, എത്രയോ കാലം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. സംഘപരിവാറിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലെ നയസമീപനങ്ങൾ എന്ന് പറയുന്നത് സംഘപരിവാറിന് അനുഗുണമായി ഭാവി തലമുറയെ മാറ്റി നിർത്താനുള്ള ലോങ് ടൈം പോളിസിയാണ്. ആ ലോങ് ടൈം പോളിസി ഏത് വിധേനയും ഈ നാട്ടിൽ കൊണ്ടുവരാനാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം സുരേന്ദ്രൻ പറഞ്ഞതുപോലെ ഒരുപാട് മാപ്പ് പറഞ്ഞ ആളുകൾ, ചരിത്രത്തിന് പുറത്തിരിഞ്ഞെന്ന ആളുകൾ, ബ്രിട്ടീഷുകാരുടെ പിടിയാളികളായി നിന്നിട്ടുള്ള ആളുകൾ, അവരെയൊക്കെ വീരസേനാനികളായി ഈ ജനങ്ങളുടെ, വിദ്യാർത്ഥികളുടെ മുന്നിൽ, ഭാവി തലമുറകളുടെ മുന്നിൽ കൊണ്ടുവരുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതിക്കാണ് നമ്മൾ പണം മേടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കേരളത്തിൽ പണം ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടിയറ വയ്ക്കുന്നത്. ഇങ്ങനെ വരുമ്പോഴാണ് ഈ പണം നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? നമ്മൾ കുറേ പണം കിട്ടിയാൽ പണം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു സമൂഹമാണോ? നമ്മുടെ ഇച്ഛാശക്തി എന്ന് പറയുന്നത്, നമ്മുടെ ധാർമ്മിക ശക്തി എന്ന് പറയുന്നത്, നമ്മുടെ ഇടതുപക്ഷ മൂല്യബോധം എന്ന് പറയുന്നത്, ഇപ്പം തമിഴ്നാട് നേരത്തെ ചർച്ച പറഞ്ഞു, തമിഴ്നാട് സ്റ്റാലിനെ പോലുള്ള ആളുകൾ അവരുടെ ദ്രാവിഡ ഇച്ഛാശക്തി, ആ ദ്രാവിഡ അസേർഷൻ, അവരുടെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവും നൈതികവും ജീവത്തായതുമായിട്ടുള്ള നയസമീപനങ്ങൾ അവ പ്രധാനമാണ്, ഈ കിട്ടുന്ന പണത്തേക്കാൾ വലുതാണ് എന്നുള്ളത് കൊണ്ടാണ് അവർ വലിയ നിയമ പോരാട്ടത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. അപ്പോൾ സംസ്ഥാന എന്ന നിലയിൽ, ഒരു ജനത എന്ന നിലയിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇവിടുത്തെ മൊത്തം ജനങ്ങളെ, കോൺഗ്രസ്സുകാരെയും മതേതരക്കാരായ മറ്റെല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തി ഈ ഒരു പ്രശ്നത്തിൽ പോരാടേണ്ടിയിരുന്ന ആളുകളല്ലേ? അപ്പം അത് തന്നെയാണ് ഇപ്പോൾ ഇന്ന് CPI നമ്മൾ നോക്കുക. CPIയെ കുറിച്ച് നമ്മളടക്കം പരിഹസിച്ചു. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും വലിയ വിപ്ലവമൊന്നും ഉണ്ടാകും നമ്മൾ പ്രതീക്ഷയിലേക്ക് നമ്മൾ വിചാരിച്ചു. മുഖ്യമന്ത്രി ഏതാണ്ട് 3/4 മണിക്കൂർ ചെലവിട്ട് CPIയുടെ സംസ്ഥാന സെക്രട്ടറി കൺവിൻസ് ചെയ്യാൻ നോക്കി. CPIയുടെ മന്ത്രിമാർ മുഖ്യമന്ത്രി നേരിട്ട് കണ്ടു. പക്ഷെ എന്തായാലും ഈ നിമിഷം വരെ അവർ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല. വലിയ സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല. നേരത്തെ ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി പറഞ്ഞ പോലെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച വരുമ്പോൾ ഇതാരും ഇടതുപക്ഷത്തിന് ദുർബലമാക്കാനോ ഇടതുപക്ഷത്തിന് നശിപ്പിക്കാനോ CPIയെ തെറ്റിച്ച് അത് ചോര കുടിക്കാനോ ഉള്ളതല്ല. ഈ സമൂഹത്തിൽ നമ്മൾ എത്രയോ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മതേതര ബഹുസ്വര സമൂഹത്തെ എല്ലാ കാലത്തേക്കും നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള വലിയൊരു പോരാട്ടത്തിന്റെ ഭാഗം തന്നെയാണ് ഈ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയെ എതിർക്കുക എന്നുള്ളത്. പണത്തിന് വേണ്ടി നമ്മൾ എല്ലാ തരത്തിലുള്ള നമ്മുടെ പോളിസീസിനെയും നയത്തെയും
വിറ്റു തുലയ്ക്കുമോ പണയം വെക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ശ്രീ ഷാജി ചോദിക്കുന്നത്. ശ്രീ പി കെ ഗോപൻ, ഇവിടെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടുകൊണ്ട് നാം പണം സ്വീകരിക്കാൻ തയ്യാറാവണം, അതിൽ നമുക്ക് ഒരു മാറ്റം ആവശ്യമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. നിങ്ങളെന്ന് വെച്ചാൽ നിങ്ങളുടെ മുഖ്യമന്ത്രി ചിന്തിക്കുന്നു, പാർട്ടി ഒന്നാകെ ആ നിലയെടുത്തു എന്നറിയില്ല. ഇപ്പുറത്ത് CPI എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിന്തിക്കുന്നു, അങ്ങനെ പണം കൊടുത്ത് നമുക്ക് പണത്തിന് വേണ്ടി നമുക്കിവിടെ നയം പണയം വയ്ക്കാൻ പാടില്ല, കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല എന്ന് രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രണ്ട് ലൈൻ എടുക്കുകയാണ്. ആ വൈരുദ്ധ്യം വിശദീകരിക്കാമോ?